ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധവാരം ആരംഭിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ് ഇത്. യേശുവിന്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും നാം ധ്യാനിക്കുന്ന പുണ്യ ദിനങ്ങൾ. ഇന്ന് പ്രത്യേകമായ രീതിയിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യേശുവിന്റെ ജെറുസലേം പട്ടണത്തിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയുടെ വിവരണത്തിൽ നിന്ന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, ഒരു രാജാവിനെ പോലെയാണ് യേശു ജെറുസലേം പട്ടണത്തിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നത്. യേശു രാജാവായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ ദിനത്തിൽ യൂദന്മാർ രാജാവായി ജനിച്ച ശിശു എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിച്ച് വരുന്നത്. യേശു രാജാവാണ്. യേശുവിന്റെ യാത്രയിലൂടെ യേശു രാജാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശു രാജാവാണെങ്കിലും എളിമയുള്ള വിനയമുള്ള രാജാവാണ്. ഭൂമിയിലെ രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ് ഈ രാജാവ് വരുന്നത്. വ്യത്യസ്തനായ ഒരു രാജാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമതായിട്ട്, ജനം മുഴുവൻ വസ്ത്രങ്ങൾ വിരിച്ചും മരച്ചില്ലകൾ വിരിച്ചും യേശുവിന് സ്വാഗതം അരുളി. അവരുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നതിന് പ്രതീകമായിരുന്നു അവർ വസ്ത്രങ്ങൾ വിരിച്ചത്. യേശുവിനെ അത്രയും സന്തോഷത്തോടെയും ആവേശത്തോടും കൂടിയാണ് അവര് സ്വീകരിച്ചത്. നമ്മുടെ ജീവിതത്തെ ഈ യേശുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. അവന്റെ കാൽപാദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. നാലാമതായിട്ട്, ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുരിശിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് യേശുവാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ തന്നെയാണ് അവർ ഹോസന്ന ഹോസന്ന എന്ന് ആർപ്പ് വിളിച്ചത്. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഭൂമിയിലെ രാജാക്കന്മാർക്കോ അധികാരികൾക്കോ മറ്റാർക്കുമോ സാധിക്കാത്ത രീതിയിൽ യേശുവിന് മാത്രമാണ് അവർ രക്ഷിക്കുവാൻ സാധിക്കുക എന്ന് അവര് അറിയാതെ തന്നെ വിളിച്ചു പറയുകയാണ് ചെയ്തത്. നമ്മെ രക്ഷിക്കുന്നവൻ യേശുവാണ്. യേശു ലോകത്തിന്റെ രക്ഷകനാണ്, നമ്മുടെ രക്ഷകനാണ്. ഈ ഹോശാന തിരുനാൾ ദിവസം യേശു നമ്മെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ 4 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് വിശുദ്ധമായ ചിന്തകളോടെ വിശുദ്ധവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.